പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെയാണ് കൂടുതലായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഇതിന് ഉത്തരം അറിയുമെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കോമന്റ്സ് അറിയുമെങ്കിലും അതും കൂടി താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ഹൗ ലോങ് a joint sitting of both houses of parliament may be convened to consider a bill that was passed by one house and is pending in another house. അതായത് ഒരു ഹൗസ് ബില്ല് പാസ്സാക്കി വേറൊരു ഹൗസിൽ പെൻഡിങ് നിൽക്കുകയാണ്. അത് എത്ര കാലം പെൻഡിങ് നിൽക്കുമ്പോഴാണ് അതിന് ജോയിന്റ് സിറ്റിങ്ങിന് വിളിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കാലം പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് ജോയിന്റ് സിറ്റിങ്ങിന് വിളിക്കാം? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ജോയിന്റ് സിറ്റിങ്ങിന് വിളിക്കുക. ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. യെസ്, 3 months, 6 months, 9 months, 12 months. എത്ര months ആണ് വരുന്നത്? യെസ്, ആൻസർ നോക്കാം. ആൻസർ എത്രയാ വരുന്നത്? 6 months ആണ് കേട്ടോ. 6 months, 6 മാസമാണ് വരുന്നത്. ഓക്കെ, 6 മാസമാണ് വരുന്നത് മനസ്സിലാക്കാം. 6 മാസം. അപ്പോ ഇവിടെ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് വസ്തുതകളും കൂടി നമുക്ക് നോക്കാം. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 108 പ്രകാരമാണ് വരുന്നത്. ഓക്കെ, ജോയിന്റ് സിറ്റിംഗിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 108 ആണ് ജോയിന്റ് സിറ്റിംഗിന്റെ ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 108 ആണ് ജോയിന്റ് സിറ്റിംഗിന്റെ ആർട്ടിക്കിൾ വരുന്നത്. 108. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് എപ്പോഴാണ്? ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനോ അല്ലെങ്കിൽ മണി ബില്ലിനോ ഇതിനൊന്നും എന്തില്ല, ജോയിന്റ് സിറ്റിംഗ് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓർഡിനറി ബില്ലിനൊക്കെയാണ് ജോയിന്റ് സിറ്റിംഗ് സാധാരണഗതിയിൽ വരുന്നത്. ജോയിന്റ് സിറ്റിംഗ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതില് ബില്ല് പാസ്സാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഭ പാസ്സാക്കി മറ്റൊരു സഭയിലേക്ക് ബില്ല് പോകുന്നു, അവിടെ 6 മാസമായിട്ടും എന്തായിരുന്നു, 6 മാസമായിട്ടും ഈ ബില്ല് എന്ത് ചെയ്യുന്നില്ല, പാസ്സാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് സിറ്റിങ്ങിന് വിളിക്കാം. ആർട്ടിക്കിൾ 108 പ്രകാരം ആരാണ് ജോയിന്റ് സിറ്റിങ്ങിന് വിളിച്ചു കൂട്ടുന്നത്? പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിങ്ങിന് വിളിച്ചു കൂട്ടുന്നത്. പ്രസിഡന്റ് ആണ്. ആരാണ് ജോയിന്റ് സിറ്റിങ്ങിന് പ്രിസൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ ആണ് ജോയിന്റ് സിറ്റിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ. അതായത് അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണ് ജോയിന്റ് സിറ്റിങ്ങിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് എവിടെ നിന്നാണ് കടമെടുക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം എന്തായിരുന്നു മനസ്സിലാക്കി വെക്കാം. മണി ബില്ലിനും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനും ജോയിന്റ് സിറ്റിംഗ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു അപ്പോയിന്റ്സ് അഡ്ഹോക് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണോ? വൈസ് പ്രസിഡന്റ് ആണോ? അതുപോലെ തന്നെ പ്രസിഡന്റ് വിത്ത് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണോ? ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് വിത്ത് പെർമിഷൻ ഓഫ് പ്രസിഡന്റ്? ആരാണ് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഉത്തരം അറിയാവോ? ഉത്തരം അറിയാവോ? അറിയാവോ ഉത്തരം? യെസ്, ആൻസർ നമുക്ക് നോക്കാം അല്ലെ. എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ചീഫ് ജസ്റ്റിസ് ആണ്. ആരുടെ പെർമിഷനോട് കൂടി? പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആരാണ്? പ്രസിഡന്റിന്റെ പെർമിഷനോട് കൂടി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 127 പറയുന്നത്. അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? 127 ആണ് അഡ്ഹോക് ജഡ്ജിന്റെ ആർട്ടിക്കിൾ. അപ്പൊ എങ്ങനെയാണ്, എന്തിന്റെ പർപ്പസിലാണ് ഈ അഡ്ഹോക് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒരു കോറം ഉണ്ട്. അതായത് പെർമനന്റ് ജഡ്ജസ് ഉണ്ടല്ലോ, അതിനൊരു കോറം ഉണ്ട്. അപ്പൊ കോറം എന്ന് പറയുമ്പോൾ മിനിമം നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കോറം. അപ്പൊ പെർമനന്റ് ജഡ്ജസിന്റെ കോറം തികയാത്തൊരവസരത്തില് ആ സെഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് കണ്ടിന്യൂ ചെയ്യണല്ലോ, സുപ്രീം കോടതിയാണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ജഡ്ജസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സെഷൻ എന്തായിരുന്നു,
ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ്, ഫോറം തികയാതെ വരുമ്പോ ആരാണ്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ എന്തായിരുന്നു പറയുന്നത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇത് ആരായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്? കൃത്യമായിട്ട് പ്രസിഡന്റിന്റെ ഒരു പെർമിഷനോട് കൂടി മാത്രമാണ് ബാക്കിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രസിഡന്റിന്റെ നമുക്ക് കൃത്യമായിട്ടുള്ള പെർമിഷൻ വേണം. അതുപോലെ അഡ്ഹോക് ജഡ്ജ് എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതി ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജ് ആണോ ആ ആളിനെയാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ജഡ്ജായിനെ അപ്പോയിന്റ് ചെയ്യുവല്ലാട്ട് ചെയ്യുന്നത്, കൃത്യമായിട്ട് ആ ജഡ്ജിന് എന്തായിരുന്നു, സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷനും കൂടി ഉണ്ടാവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിട്ട് ഒരു 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ചിരിക്കണം. അങ്ങനെ ഒരാളിനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്ഹോക് ജഡ്ജ് എന്ന് പറയുമ്പോൾ താൽക്കാലികമാണ്. അതായത് നിലവിലുള്ള ജഡ്ജ് ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ, എന്തെങ്കിലും ഇൻകപ്പാസിറ്റി അദ്ദേഹത്തിന് നേരിടുന്ന സമയത്ത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം താൽക്കാലികമായിട്ട് അവിടെ ഇല്ല, പെട്ടെന്ന് അല്ലെങ്കിൽ അയാളെ പുറത്താക്കിയായിരിക്കാം, അദ്ദേഹത്തെ പുറത്താക്കിയതായിരിക്കാം, അങ്ങനെ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴാണെങ്കിൽ ആയിക്കോട്ടെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം കൃത്യമായിട്ട് അവിടെ അപ്പോയിന്റ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Till now, how many judges of Supreme Court of India have been removed from office through impeachment? അതായത് റിമൂവൽ പ്രോസസ്, അതായത് എത്ര ജഡ്ജസിനെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്? റിമൂവൽ പ്രോസസ്സിലൂടെ എങ്ങനെയാണ് പുറത്താക്കിയിട്ടുള്ളത്? ആക്ച്വലി ഇംപീച്ച്മെന്റ് എന്ന വാക്ക് ശരിക്കും പ്രസിഡന്റിന്റെ റിമൂവലിനെയാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് സുപ്രീം കോടതിയുടെ ജഡ്ജസിനെയും അത് പേര് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ എക്സാക്ട് പ്രസിഡന്റിന്റെ ആട്ടോ. അപ്പൊ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിമൂവൽ എന്ന് പറയുന്ന പാർലമെന്റേറിയൻ പ്രോസസ്സിലൂടെ എത്ര ജഡ്ജസിനെയാണ് നമ്മൾ പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 or none. ഏതാ, എത്ര ജഡ്ജസിനെയാണ്? ഉത്തരം അറിയാവോ? 1 അരവിന്ദ്, ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ കേട്ടോ. യെസ്, റോക്കി 1. ആൻസർ നമുക്ക് നോക്കാം, ഏതാ വരുന്നതെന്ന്. നോക്കാം അല്ലെ, ഏതാ വരുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ എത്രയാണ് എന്ന് ചോദിക്കുമ്പോ എത്രയായിരുന്നു? ഒരാളിനെ നമ്മൾ പുറത്താക്കിയിട്ടില്ല. ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ആരെയും പുറത്താക്കിയിട്ടില്ല. ജസ്റ്റിസ് രാമസ്വാമിയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു 1991. പക്ഷെ എന്തായിരുന്നു, ലോക്സഭ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ലോക്സഭയിൽ നിന്ന് ആ റെസൊല്യൂഷൻ പാസ് ആയിട്ടില്ല. 1/3 റെസൊല്യൂഷൻ വേണം, സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി പാസ് ആക്കണം. അപ്പൊ അത് പാസ് ആയിട്ടില്ല. ആക്ച്വലി ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ജഡ്ജസ് എൻക്വയറി ആക്ട് ഉണ്ട്. ഓക്കെ, ജഡ്ജസ് എൻക്വയറി ആക്ട് ഉണ്ട്. അപ്പൊ ഇത് പ്രകാരം മാത്രമാണ് ഒരു ജഡ്ജ് നമുക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ റെസൊല്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ലോക്സഭയിൽ നിന്നാണെങ്കിൽ 100 പേര് സൈൻ ചെയ്യണം, രാജ്യസഭയിലാണെങ്കിൽ 50 പേര് സൈൻ ചെയ്യണം. എന്നിട്ട് ലോക്സഭയിലാണെങ്കിൽ ആർക്ക് കൊടുക്കണം? സ്പീക്കർക്ക് കൊടുക്കണം. രാജ്യസഭയിലാണെങ്കിൽ അത് ആ ചെയർമാന് കൊടുക്കണം. സ്പീക്കർക്കും ചെയർമാനും ഈ റെസൊല്യൂഷൻ വാങ്ങിച്ചിട്ട് ഒന്നില്ലെങ്കിൽ എന്തായിരുന്നു, ഡിസപ്രൂവ് ചെയ്യാം. കാരണം അവർക്ക് തോന്നുകയാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ ഡിസപ്രൂവ് ചെയ്യാം. അതല്ല, ഇതിൽ വല്ല കാര്യമുണ്ട് തോന്നുവാണെങ്കിൽ അത് കഴിഞ്ഞ് സ്പീക്കർക്കോ ചെയർമാനോ ഒരു 3 അംഗ കമ്മിറ്റിനെ നിയോഗിക്കാം. ആദ്യം പറയുന്നത് എന്തായിരുന്നു, ഒരു സുപ്രീം കോടതി 3 അംഗങ്ങൾ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഒരു സീനിയർ ജഡ്ജ് ആയിരിക്കണം. ഓക്കെ, 2ാമത്തെ അംഗം ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. മൂന്നാമത്തെ അംഗം എന്തായിരുന്നു? പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു നിയമ വിദഗ്ധനായിരിക്കണം. അങ്ങനെ എന്തായിരുന്നു, ലോ എക്സ്പേർട്ട് ആയിരിക്കണം മൂന്നാമത്തെ ആള്. 3 അംഗ കമ്മിറ്റിയെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 അംഗ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഈ 3 അംഗ കമ്മിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അത് എൻക്വയറി ചെയ്യുന്നത്. ഈ 3 അംഗ കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, അത് എന്താണ് ഇവർ തെറ്റ് ചെയ്തത്. കാരണം എന്തൊരു തെറ്റിനും ഇവരെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. 2 കാരണങ്ങൾ മാത്രമാണ് ഇവരെ പുറത്താക്കാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു,
മിസ്ബിഹേവിയർ ആണ്. ഓക്കെ, ഒന്നെന്തായിരുന്നു? മിസ്ബിഹേവിയർ ആണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാം. അതല്ലാത്ത ഒരു റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻകപ്പാസിറ്റി ആണ് അല്ലെ? ഇൻകപ്പാസിറ്റി ആണ്. അത് രണ്ടാമത്തെ റീസൺ എന്തായിരുന്നു? ഇൻകപ്പാസിറ്റി. ഈ രണ്ട് റീസൺ അല്ലാതെ മറ്റൊരു റീസൺ കൊണ്ടും ഒരു ജഡ്ജിനെ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. ഒരു ജഡ്ജിനെ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല. ഈ രണ്ട് റീസൺ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഈ രണ്ട് റീസൺ കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്താക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവര് അന്വേഷിക്കും. എന്നിട്ട് ഇൻകപ്പാസിറ്റിയോ അതുപോലെ തന്നെ മിസ്ബിഹേവിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും. ഉണ്ടോ നോക്കിയിട്ട് റിപ്പോർട്ട് വീണ്ടും ഇവർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ആ റിപ്പോർട്ട് എന്തായിരുന്നു? വീണ്ടും രണ്ട് സഭയും, ലോക്സഭയും രാജ്യസഭയും സ്പെഷ്യൽ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം? ഇത് പാസ്സാക്കണം. അങ്ങനെ പാസ്സായിട്ട് പ്രസിഡന്റ് ആണ് അവസാനം ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്, ഒരു ജഡ്ജിനെ പുറത്താകുന്നത്. അപ്പൊ ഇതുവരെ നമുക്ക് ഒരു ജഡ്ജിനെയും ഇങ്ങനെ പുറത്താക്കിയ അവസ്ഥ ഉണ്ടായിരുന്നില്ല. 1991 ജസ്റ്റിസ് വി രാമസ്വാമിയുടെ കേസ് ഉണ്ടായിരുന്നു. ഈവൻ ജഡ്ജസ് എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം, ഈ 3 അംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് മിസ്ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ എന്ത് ചെയ്യാണ്? രാജ്യസഭയുടെ റെസൊല്യൂഷൻ പാസ്സായി, ലോക്സഭയില് റെസൊല്യൂഷൻ പാസ്സായില്ല സ്പെഷ്യൽ മെജോറിറ്റിയിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത്, അണ്ടർ ആർട്ടിക്കിൾ 368 the Indian Constitution provides method of amendment of different portions of the Constitution. Option A 1, 2, 3, 4. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. എത്ര രീതിയിലാണ് ഭേദഗതി ചെയ്യാൻ പറ്റുക? അതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുക എന്നാണ് ആർട്ടിക്കിൾ 368 പ്രകാരം പറയുന്നത്. ആർട്ടിക്കിൾ 368 പ്രകാരം പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ആൻസർ പറയട്ടെ. ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യാം. ആൻസർ പറയാം അല്ലെ? ആർട്ടിക്കിൾ 368 ആണ് കേട്ടോ വരുന്നത്. ആർട്ടിക്കിൾ 368 പ്രകാരം രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഭേദഗതി ചെയ്യാം. ഒന്നാമത്തെ കാര്യം സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് ആദ്യത്തെ രീതി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടോട്ടൽ ഹൗസിന്റെ 50% ആൾക്കാരെങ്കിലും അവിടെ ഹാജരായിട്ടുണ്ടാവണം. ഈ ഹാജരായ ആൾക്കാരില് 2/3 ആൾക്കാര് ഈ ഒരു റെസൊല്യൂഷനെ അംഗീകരിക്കുകയും വേണം. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ പറയുന്നത് ഇത് ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നെങ്കിൽ, ഓക്കെ, ഫെഡറൽ സ്ട്രക്ചറിന് അതായത് സംസ്ഥാനങ്ങളുടെയും കൂടി ബാധിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കൂടെ, അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റിയുടെ കൂടെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ, ഓക്കെ, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം. എങ്ങനെയാണ്? സിമ്പിൾ മെജോറിറ്റിയിലാണ് ആ റാക്ടിഫിക്കേഷൻ, സിമ്പിൾ മെജോറിറ്റിയിലാണ് ആ റാക്ടിഫിക്കേഷൻ വേണ്ടത്. അതായത് സ്പെഷ്യൽ മെജോറിറ്റിയും കൂടി വേണം, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ സിമ്പിൾ മെജോറിറ്റിയുടെ കൂടെ റാക്ടിഫിക്കേഷൻ വേണം. അങ്ങനെ അംഗീകാരം, റാക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം. അങ്ങനെ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ആർക്കെങ്കിലും അറിയാവോ? ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ആർക്കെങ്കിലും അറിയാവോ?
യെസ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തതെന്ന് മനസ്സിലാക്കുക. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ എത്ര തവണ നമ്മൾ ഭേദഗതി, UK എന്നല്ല, ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ 2025 ഇതുവരെ എത്ര പ്രാവശ്യം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തു? എത്ര പ്രാവശ്യം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തു? അതും കൂടി അറിയാവോ? 2025 വരെ എത്ര തവണ ഭരണഘടന ഭേദഗതി ചെയ്തു? ഏത് വർഷമാണ് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത്? ഏത് വർഷമാണ് അവസാനമായി ഭേദഗതി ചെയ്തത്? യെസ്, ആൻസർ നോക്കാം. 2023 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 2023 ഉണ്ടായിരുന്നു. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അത് പേര്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഭേദഗതിയിൽ പറയുന്നത്? ലോകസഭയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും നാഷണൽ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയിലെയും എന്തായിരുന്നു? നിയമസഭയില് 33% ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്നാണ് ഈ ഒരു 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. അടുത്തത്, ഇൻ കേസ് ഓഫ് എ ടൈ ഇൻ വോട്ടിംഗ് ഓൺ എ ബിൽ ഇൻ ലോക്സഭ, who among the following enjoys the right to cast the deciding vote? അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? അതായത് നമ്മളെല്ലാം പാർലമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്തിന്റെ ബേസിസിലാണ്? വോട്ടിങ്ങിന്റെ ബേസിസിലാണ്. ആർക്ക് കൂടുതൽ വോട്ട് കിട്ടുമോ അവരുടെ തീരുമാനം ജയിക്കും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ നടക്കുന്നത്. ഇപ്പൊ ഒരു ലോകസഭയില് ഒരു ബില്ലിനെ ചൊല്ലി ഒരു വോട്ടിംഗ് നടക്കുവാണ്. അതിൽ ടൈ ആണ്, 50% ആണ് രണ്ട് സ്ഥലത്തും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാൾ വിജയിക്കണ്ടേ? അപ്പൊ ഒരാള് ഈ താഴെ പറയുന്ന സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആരോ ഒരാൾ എന്ത് ചെയ്യാണ്? കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തും. എന്തായിരുന്നു പേര്? കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടൈ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് ജയിക്കാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ ഒരു വോട്ട് ഒരെണ്ണം, ഇപ്പൊ നമ്മൾ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ജയിക്കും, ഇനി ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ജയിക്കും. അങ്ങനെ കാസ്റ്റിംഗ് വോട്ട് ആർക്കാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണുള്ളത്? കാസ്റ്റിംഗ് വോട്ടിന്റെ പവർ ആർക്കാണുള്ളത്? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. ആർക്കാണ് കാസ്റ്റിംഗ് വോട്ട് ഉള്ളത്? ആർക്കെങ്കിലും അറിയാവോ കാസ്റ്റിംഗ് വോട്ട് ആർക്കാണുള്ളത്? ആർക്കാണ് കാസ്റ്റിംഗ് വോട്ട് ഉള്ളത്? യെസ്, ആൻസർ നോക്കാം. കാസ്റ്റിംഗ് വോട്ട് ഉള്ളത് സ്പീക്കർക്കാണ്. ഓക്കെ, കാസ്റ്റിംഗ് വോട്ട് ഉള്ളത് സ്പീക്കർക്കാണ്. ഇനിയിപ്പോ രാജ്യസഭയുടെ കാര്യത്തിൽ നോക്കിയാൽ അവിടെ ചെയർമാനും എന്തായിരുന്നു? കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. അപ്പൊ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്പീക്കർക്ക് കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള ചുമതലകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാസ്റ്റിംഗ് വോട്ട് മാത്രമല്ല, അത് ചെയർമാനും ഉണ്ട്. ജോയിന്റ് സിറ്റിംഗ് പറയുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടിരിക്കാം. മണി ബില്ല് സ്പീക്കർ മണി ബില്ലാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചാൽ മാത്രമാണ് അത് മണി ബില്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്പെഷ്യൽ പവേഴ്സ് ആർക്കുണ്ട്? സ്പീക്കർക്ക് ഉണ്ട്. അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കുക. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആരാണ്? വില്യം ബെന്റിക്, വാറൻ ഹേസ്റ്റിംഗ്, ലോർഡ് കോൺവാലിസ്, സർ ജോൺ ഷുവർ. ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ?
ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? യെസ്, ആൻസർ നോക്കാം. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആണ് ഫസ്റ്റ്. യെസ്, അതെ വിപിന, വാറൻ ഹേസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് കേട്ടോ. വാറൻ ഹേസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്. കാരണം ഇദ്ദേഹം ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആയി. ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേര് മാറ്റുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാന്നറിയാവോ? ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബെന്റിക് ആണ്. ഓക്കെ, ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൈസ്രോയി ആരാന്നറിയാവോ? കമന്റ് ചെയ്യണേ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? അത് വില്യം ബെന്റിക് ആണ്. അപ്പൊ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? വില്യം ബെന്റിക്. കാരണം ആ വില്യം ബെന്റിക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരിക്കുന്ന സമയത്താണ് പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ്രോയി ആരാണ്? വൈസ്രോയി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയി. അതായത് ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്ന ലോർഡ് വൈസ്രോയ് നമ്മുടെ കാനിങ് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് വൈസ്രോയി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ കൺഫ്യൂഷനും മറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അടുത്തത്, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്ത് വർ ഗിവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് പഞ്ചായത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 219, ആർട്ടിക്കിൾ 239, ആർട്ടിക്കിൾ 243, ആർട്ടിക്കിൾ 226. ഏതാ വരുന്നത്? ഏതായിരുന്നു? ആൻസർ നോക്കാം അല്ലെ. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 243 ആണ്. ആർട്ടിക്കിൾ 243 ആണ് എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 243 പ്രകാരമാണ്. ഇനി ഏത് ഭേദഗതി വഴിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് വരുന്നത്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992ലാണ് ഇതിനൊരു ഭരണഘടനാ പദവി ഈ ഒരു ഭേദഗതിയിലൂടെയാണ് കൊടുക്കുന്നത്. അതുവഴി പുതിയൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പുതിയൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. 11ാമത്തെ ഷെഡ്യൂള്. പുതിയൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്യാണ്, 9ാമത്തെ പാർട്ട്. അപ്പൊ ഇതിന് മൊത്തം എത്ര ഫങ്ഷൻസ് ആണ്, അതായത് എത്ര സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 29 സബ്ജക്ട്സ് ആണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പൊ എന്തായിരുന്നു? കറക്റ്റ് ആയിട്ട് ഇതും കൂടിയിട്ട് മനസ്സിലാക്കാം. 29 ഫങ്ഷൻസ് ആയിരുന്നു ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഇതേ വർഷത്തില് 74 വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് എപ്പോഴും കൺഫ്യൂഷൻ ആവും. 73 പഞ്ചായത്ത് ആണെങ്കിൽ 74 മുനിസിപ്പാലിറ്റി ആണ്. 11ാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്ത് ആണെങ്കിൽ 12ാമത്തെ ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റി ആണ്. 9 പഞ്ചായത്ത് ആണെങ്കിൽ പാർട്ട് 9A എന്ന് പറയുന്നത് എന്തായിരുന്നു? മുനിസിപ്പാലിറ്റി ആണ്. ഇവിടെ 29 ഐറ്റം ഉണ്ടെങ്കിൽ ഇവിടെ 18 ഐറ്റം ആണുള്ളത്. അപ്പൊ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എപ്പോഴും എന്തായിരുന്നു? അടുത്തടുത്ത് നിൽക്കുന്നതാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എപ്പോഴും അടുത്തടുത്താണ് നിൽക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം.
Under which article of Indian Constitution panchayats were given constitutional status? Option A. അയ്യോ ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ നമുക്കൊരു പുതിയ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുകൂടാതെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ അതുകൂടാതെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റ് അല്ലെ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ PYQ ഉണ്ടാവും. PYQ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ഓരോന്നിലും എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ PYQ ഉണ്ടാവും. മെന്ററിംഗ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഉള്ളൊരു കോഴ്സ് ആണ് നമുക്ക്. ഇത് JI20 എന്ന് കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1490 രൂപ, 1490 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ, ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വിളിച്ച് ചോദിക്കണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചാലും മതി. ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ സോൾവ് ആവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.